നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നമ്മുടെ മൂക്കൊന്ന് കടിക്കുക. മൂക്ക് കടിച്ചാൽ അപ്പൊ നമ്മൾ പറയും ആരോ നമ്മളെ കുറിച്ച് എന്തോ വിചാരിക്കുന്നുണ്ടെന്ന്. ചിലപ്പോ അവര് നല്ലതാവും വിചാരിക്കാം, ചിലപ്പോ അവര് അത്ര നല്ലതായിരിക്കില്ല വിചാരിക്കുക. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരിക നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാള് നമ്മളെ കുറിച്ച് ആലോചിച്ച് എന്നുള്ള ഒരു കാര്യമാണല്ലേ. പക്ഷെ ഇതൊന്നും അല്ല സത്യം എന്നാണ് പഠനങ്ങൾ പറയുന്ന ഒരു കാര്യം. കൃത്യമായി ഈ മൂക്കുകടിക്ക് പിന്നില് കുറച്ച് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കേൾക്കാൻ റെഡിയാണോ? വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. മൂക്കുകടിക്ക് പിന്നിലെ കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ വേൾഡ് മലയാളിയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. രസകരമാണ്, ഒപ്പം തന്നെ ആരോഗ്യത്തിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. കേട്ടാലോ? മൂക്കിലുണ്ടാകുന്ന ചൊറിച്ചിലിനെ നേസൽ പ്രൂറൈറ്റ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന പലതരം അലർജി പ്രശ്നങ്ങൾ മൂലവും രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴും സൈനസൈറ്റ്സ് പോലുള്ള അണുബാധ മൂലമൊക്കെ മൂക്ക് ചൊറിച്ചിൽ ഉണ്ടാകാം. ഇനി ഇതില് അലർജറ്റിക് റൈനൈറ്റ്സിനെ കുറിച്ച് അറിഞ്ഞാലോ? പോളൻ അലർജി മൂലമാണ് പലരിലും അലർജറ്റിക് റൈനൈറ്റ്സ് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് ചില പൂക്കളുടെ പൊടി, മരങ്ങളിൽ നിന്നും കാറ്റിലൂടെ പൂമ്പൊടികൾ അന്തരീക്ഷത്തിൽ നിറയുകയും ഇത് ശ്വസിക്കുന്നത് മൂലം ചിലരില് അലർജി പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട്. ഇത്തരം അലർജികളാണ് പോളൻ അലർജി എന്നറിയപ്പെടുന്നത്. ഇത്തരം അലർജി ബാധിക്കുന്നവരില് മൂക്ക് ചൊറിച്ചിൽ സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട്. കൂടാതെ മൂക്കൊലിക്കുക, തുടർച്ചയായി തുമ്മൽ അനുഭവപ്പെടുക എന്നിവയും ഇതിന്റെ ലക്ഷണമാണ്. പോളൻ അലർജി കൂടാതെ ചില മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്നും ചെറിയ പൂടകൾ മൂക്കിലടിക്കുമ്പോഴും പൊടി മൂക്കിൽ കയറുമ്പോഴും എല്ലാം അലർജിക് റൈനൈറ്റ്സ് കണ്ടുവരുന്നു. കൂടാതെ ചില പ്രാണികൾ മൂലവും ചില സുഗന്ധങ്ങളും, പ്രത്യേകിച്ച് സോപ്പിന്റെ മണം, പെർഫ്യൂമിന്റെ മണം എന്നിവയെല്ലാം അലർജി പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ കാരണമാവാറുണ്ട്. ഇത്തരം അലർജി ഉള്ളവരില് ആദ്യം മൂക്ക് ചൊറിച്ചിലാണ് ലക്ഷണമായി പലപ്പോഴും കാണിക്കുക. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, വാഹനങ്ങളിൽ നിന്നുള്ള പുക, സിഗരറ്റിന്റെ മണം ഇതൊക്കെ ചിലരിൽ അലർജി പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. ഇത്തരം വസ്തുക്കൾ മൂക്കിലടിക്കുമ്പോഴും മൂക്ക് ചൊറിയും, പിന്നീട് മൂക്കടപ്പിലേക്കും തലവേദനയിലേക്കും ഇവ നയിക്കും. സൈനസിലെ വീക്കം മൂലമോ അണുബാധ മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് സൈനസൈറ്റ്സ്. പൊതുവിൽ അഡിനോ വൈറസ്, റൈനോ വൈറസ്, കൊറോണ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ് എന്നിവ മൂലമെല്ലാം സൈനസൈറ്റ്സ് വരാം. സൈനസൈറ്റ്സിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് മൂക്കിലെ ചൊറിച്ചിൽ. ചില ആഹാരങ്ങൾ നമ്മിൽ അലർജി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. പ്രത്യേകിച്ച് മുട്ട, മീൻ, ഷെൽഫിഷ്, പാൽ, ഗോതമ്പ് എന്നിവ കഴിച്ചാൽ ചിലരിലെ അലർജി രൂപപ്പെടുന്നു. ഇതിന്റെ ഭാഗമായിട്ട് മൂക്കിലെ അമിതമായിട്ട് ചൊറിച്ചിൽ വരാട്ടോ. ചർമ്മത്തിലും ചൊറിച്ചിൽ വരാം. അണുബാധ, അതുപോലെ അലർജി പ്രശ്നങ്ങൾ എന്നിവ അമിതമായിട്ടുള്ളവരിൽ മൂക്കിൽ ദശ കാണാറുണ്ട്. ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിൽ മൂക്ക് ചൊറിച്ചിൽ കണ്ടുവരുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ മൂക്കുകടിക്ക് പിന്നില് നമ്മളെ കുറിച്ച് ആരും ചിന്തിച്ചതല്ല എന്നുള്ളൊരു കാര്യം. എന്തായാലും ഇതുപോലെ പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ വേൾഡ് മലയാളി ചാനലിൽ അറിയാം. അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്.